ജിഫ്രിക്ക് സി പി എമ്മിനെ പേടിയുണ്ടാവും, ഞങ്ങൾക്ക് പേടിയില്ല. ജിഫ്രി ഏകാധിപതിയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി മരിച്ചതിന് ശേഷം ബദലായിട്ട് സെക്രട്ടറി തിരഞ്ഞെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ജിഫ്രി ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കുക. ഇതന്നെയാണ് കെ ടി ജലീലും ആഗ്രഹിച്ചത്. ഒറ്റയ്ക്ക്, എല്ലാം ഒറ്റയ്ക്ക്, വേറെ ആരും വേണ്ട. അതുകൊണ്ട് ജിഫ്രി പേടിച്ചാൽ മതി സി പി എമ്മിനെ. മുജാഹിദും ലീഗും വേറെ സംഘടനകളൊന്നും പേടിക്കില്ല. ഒരു ജിഫ്രി മാറി നിന്നിട്ട് സമരത്തിൽ നിന്ന് ആരും പിന്മാറൊന്നുമില്ല. ജിഫ്രിക്ക് ജിഫ്രിയുടെ വയ്യ. ജിഫ്രി കമ്മ്യൂണിസ്റ്റുകാരനാവുകയാണ്. ദേവീശ്വാസം നിന്ന് അകന്നു പോവുകയാണ് ജിഫ്രി. മുത്തുക്കോയ ഒന്ന് മനസ്സിലാക്കണം. ഈ സമുദായം വളർത്തിക്കൂടുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതിക്കും മതപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനും മതപരമായുള്ള പുരോഗതിക്കും വേണ്ടിയിട്ടാണ് മുത്തുവിനെ പോലത്തുള്ള ആൾക്കാരൊക്കെ തീറ്റിപ്പൂറ്റി വളർത്തിയത്. സ്വന്തം വീട്ടിലെ കുട്ടികൾക്ക് ഒരു നേരം ഭക്ഷണം തികച്ചു കൊടുക്കാതെ നല്ല ഇറച്ചിയും മീനും ഒക്കെ കൊടുത്ത് പൊരിച്ച് കൊടുത്ത് നടുക്കല കഷ്ണം കൊടുത്ത് തീറ്റിപ്പൂറ്റിയത് എന്തിനാണെന്നറിയോ? കമ്മ്യൂണിസത്തിൻ്റെ അവസാന പാടാനല്ല, മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ സമൂഹം ഏറ്റെടുത്ത് വളർത്തിക്കൊടുത്തത്. പാല് കൊടുത്ത കൈക്ക് കൊത്തിക്കൊണ്ട് വിസപ്പാമ്പിൻ്റെ മാതിരി മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാളത്തിൽ പോയി ഇരുന്നുകൊണ്ട് ലീഗിനെ വിമർശിക്കാൻ വന്നാൽ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കുക. ഈ തടിയും ഇത്ര വളർന്നതൊക്കെ ലീഗും പച്ചക്കൊടിയുടെ തണലിലാണ് എന്നുള്ളത് മുത്തുക്കോയും കെ ടി ജലീലിൻ്റെ വാക്കും കേട്ട് വരണം. മുത്തുക്കോയ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മുത്തുക്കോയ ഇല്ലെങ്കിലും സമസ്തപടം ഉണ്ടാവും, ലീഗും ഉണ്ടാവും. മുത്തുക്കോയനും പോയാൽ മുത്തുക്കോയക്ക് പോകും, ലീഗിനും സമുദായത്തിനും ഒന്നും പോകാൻ പോണില്ല. മുത്തുക്കോയൊക്കെ വേണമെങ്കിൽ പോകാം, മാർക്സിസ്റ്റ് പാളയത്തിലേക്ക് പോകാം. പക്ഷേ ലീഗിനെ ഉപദേശിക്കാൻ മുത്തുക്കോയ വളർന്നിട്ടില്ല, അതിന് വരും വേണ്ട. മുത്തുക്കോയ അങ്ങനത്തെ ഒരു മുത്തുക്കോയ ഒന്നുമില്ല. ലീഗിൻ്റെ ഉപ്പും ചോറും സമുദായത്തിൻ്റെ വിയർപ്പാണ് മുത്തുക്കോയൻ്റെ ശരീരത്തിലുള്ളത്. ഞങ്ങൾക്ക് സന്തോഷിക്കാം. ഞങ്ങൾ വിമർശിക്കുന്ന കാന്തപുരം നോളജ് സിറ്റിയിൽ കോടികൾ സമ്പാദിച്ച് സ്വന്തം പേരിലുണ്ടാക്കിയത് ലീഗിനെ എതിർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഊരമ്പ് നിന്നുകൊണ്ടാണ്. ഞങ്ങളിൽ സന്തോഷമേ ഉള്ളൂ. ഇതെല്ലാം ഇവിടെ ഇട്ട് പോകുന്ന നാളെ പരലോക ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഞങ്ങളെ നേതാക്കന്മാർ പഠിപ്പിച്ചത്. എം കെ ഹാജി എന്ന നേതാവ് ലക്ഷങ്ങൾ അന്ന് കാന്തപുരം കാണാത്ത പൈസ ഉള്ള നേതാവായിരുന്നു. എത്തിയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ഫസ്റ്റ് എത്തിങ്കാനുണ്ടാക്കിയ ഞങ്ങൾക്കാണ് നിങ്ങൾ ഈ ആദർശം പഠിപ്പിക്കാനൊന്നും വരണ്ട. അതിനൊന്നും മുത്തുക്കോയ ആയിട്ടില്ല, കാന്തപുരം ആയിട്ടില്ല.